കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ന്യൂസ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പീഡന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. പോക്സോ കേസടക്കം എടുത്ത ഇപ്പോൾ പരിശീലകൻ മനു കസ്റ്റഡിയിലാണ്. എന്നാലും ഈ വിഷയം, ഈ ഒരു കേസ് ഇപ്പോൾ സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. കെ രമ MLA ആണ് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. അതിലിപ്പോൾ മന്ത്രി വീണ ജോർജ് മറുപടി പറയുകയാണ്. അതിലേക്ക് അല്ല സർ ചെയ്തത്, ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമല്ല, അയാൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് സർ. ഞാൻ അതിലേക്ക് വരാം. ആര് സംരക്ഷിച്ചു, ആര് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം സർ. സർ, ഇവിടെ നമ്മുടെ സർ, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം കാണണം സർ. എനിക്ക് പറയാനുള്ള സാഹചര്യം തരണം സർ. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന, പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി. അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി സർ. 14 വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സർ. ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട് സർ. ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു. 56 പോക്സോ കോടതികൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ, അത് സ്പീഡി ട്രയൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർ. ഒരു കുഞ്ഞ് 7 വയസ്സിലോ 8 വയസ്സിലോ അത് കടന്നു പോകുന്ന അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ 19ഉം 20ഉം വയസ്സിന് ശേഷം ഒരു കോടതിയുടെ മുൻപാകെ ചെന്ന് വീണ്ടും ഓർത്തെടുക്കുന്നത് വീണ്ടും പീഡനത്തിന് തുല്യമാണ് സർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയത്. അതിൽ കുഞ്ഞുങ്ങൾ ആ കോടതി മുറികളിൽ പോകണ്ട, ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും മുഖാമുഖം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് സർ. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കോടതികൾ സംസ്ഥാനത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് സർ. അതിനു വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം, വനിതാ ശിശു വികസന വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പോക്സോ കോടതികൾ ആ രീതിയിൽ, ആധുനിക രീതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് സർ. സർ, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് സർ കേരളം. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ഫാക്ച്വൽ ചെക്ക് നടക്കണം. ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട് സർ. സർ, 8 വർഷത്തിൽ, ഈ കഴിഞ്ഞ 8 വർഷം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ. കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു. പഴുതടച്ച കേസ് അന്വേഷണ പ്രക്രിയയും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുക വഴിയും ഒരിക്കലും തെളിയില്ലെന്ന് കരുതിയ കേസുകൾ തെളിയിക്കാനായി സമീപകാലത്ത് സർ നമ്മുടെ മുന്നിൽ ഒരു കേസുണ്ടല്ലോ, മാന്നാറിലെ കേസ് സർ. ആ കേസിൽ ആലപ്പുഴ മാന്നാറിൽ ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയാണ് കൊല്ലപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത് സർ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃവീട്ടിൽ വെച്ച് ഭർത്താവും കൂട്ടാളികളുമായി ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയതായി വിവരം. സഭയിൽ കെ രമ MLA ഉന്നയിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഈ പീഡന കേസിൽ മനുവിനെതിരെ നടപടിയെടുത്തു എന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത്. പ്രതിക്കെതിരെ 6 പോക്സോ കേസുകൾ എടുത്തിട്ടുണ്ടെന്നും ബ്രിജ് ഭൂഷന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതുപോലെയുള്ള നിലപാടല്ല ക്രിക്കറ്റ് അസോസിയേഷന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് മന്ത്രി വീണ ജോർജ് കെ രമ MLAക്ക് നൽകിയ മറുപടി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിലെ പരിശീലകനായിരുന്നയാൾ 2017 മുതൽ പരിശീലനത്തിനായി എത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, ഇന്ത്യൻ ശിക്ഷാ നിയമം, പോക്സോ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിലെ പ്രതി റിമാൻഡിലാണ്. സംഭവത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഉടൻ തന്നെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയുണ്ടായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തിവരുന്നുണ്ട് സർ. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ
മാതൃഭൂമി ന്യൂസാണ് ആർ അനന്തകൃഷ്ണനാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. അനന്തകൃഷ്ണൻ തന്നെ നമുക്കൊപ്പം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ മന്ത്രിയുടെ മറുപടി നമ്മൾ കേട്ടു. ഈ ഒരു സംഭവം അറിഞ്ഞ ഉടൻ, അങ്ങനെയാണ് മന്ത്രിയുടെ വാചകം, അറിഞ്ഞ ഉടൻ തന്നെ നടപടിയെടുത്തു എന്ന്, അങ്ങനെയാണോ? ആര്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് വിശദമായ വാർത്താ പരമ്പരയാണ് ചെയ്തത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഒരു ക്രിക്കറ്റ് കോച്ച് മനു എന്ന് പറയുന്നയാൾ, അയാൾ ആ ക്രിക്കറ്റ് പരിശീലനത്തിൻ്റെ മറവിൽ നടത്തിയ പീഡന പരമ്പര, എത്രത്തോളം അയാളുടെ കീഴിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ഗൗരവം മുഴുവൻ നമ്മളുടെ വാർത്തകളിലുണ്ടായിരുന്നു. ആ വാർത്തയാണിപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി ആ വിഷയമാണ് ഉന്നയിച്ചത്. കെ രമയാണ് ഈ സഭയിൽ ഈ നോട്ടീസ് നൽകിയത്. കെ രമ പറഞ്ഞത് ബ്രിജ്ഭൂഷണെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് കേരളത്തിലുണ്ടായത്, അതിൽ കർശനമായ നടപടി ആവശ്യമാണ് എന്നാണ് കെ രമ പറഞ്ഞത്. മന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞത്, ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ കേസെടുത്തു. കന്റോൺമെൻറ്റ് പോലീസ് 6 കേസുകൾ ഈ കോച്ചിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ റിമാൻഡിലാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണമാണ് നടത്തേണ്ടിയിരുന്നത്. കാരണം 2022 മുതൽ 2024 ഇതുവരെ, ഈ ജൂൺ വരെ നടന്ന പീഡന പരാതികളാണ് പെൺകുട്ടികൾ ഈ പോലീസിന് നൽകിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ കോച്ച് മനു ഇത്ര കാലം അതിനു മുൻപ് 2022 ഒരു പരാതി വന്നിട്ടും ആ മനുവിന് അവിടെ തുടരാൻ കഴിഞ്ഞു? അതൊക്കെ എങ്ങനെയാണ്? ആരാണ് അയാളെ ക്രിക്കറ്റ് അസോസിയേഷനിൽ സംരക്ഷിച്ചത്? ഇതിന് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയുണ്ടോ? ഈ പരാതികളിലെല്ലാം ഈ പീഡനത്തിനപ്പുറം മറ്റ് വലിയ ഗൗരവം അർഹിക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഇയാളുടെ ഫോണിൽ ഈ കുട്ടികളുടെ ചിത്രങ്ങൾ എടുത്തു എന്നുള്ളതാണ്. ആ ചിത്രങ്ങൾ എവിടെ പോയി? അയാളുടെ ഒരു ഫോൺ മൊബൈൽ വിറ്റു എന്ന് പറയുന്നു. അപ്പോൾ ആ ഫോൺ അന്വേഷിച്ചിട്ടുണ്ടോ? അതിനൊപ്പം തന്നെ ഈ മനുവിനെ ആരാണ് ക്രിക്കറ്റ് അസോസിയേഷനിൽ സംരക്ഷിക്കുന്നത്? ഇതിന് ഒപ്പം തന്നെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി, ഗൗരവമർഹിക്കുന്ന മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഈ പരാതികളിലുണ്ട്. അപ്പോൾ വിശദമായൊരു അന്വേഷണമാണ് ഇതിൽ നടത്തേണ്ടിയിരുന്നത്. കേവലം ഇപ്പോൾ കന്റോൺമെൻറ്റ് പോലീസ് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് മനുവിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിനപ്പുറത്തേക്ക് മനുവിൻ്റെ മറ്റ് ബന്ധങ്ങളിലേക്ക്, സാമ്പത്തിക ഇടപാടുകളിലേക്ക്, KCAയുമായി ബന്ധപ്പെട്ട് മനുവിനെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടേക്ക്, അങ്ങനെ വിപുലമായ ഒരു അന്വേഷണമാണ് ഇതിൽ നടത്തേണ്ടിയിരുന്നത്. അതിന് അനുസൃതമായ ഒരു ഏജൻസി, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് പോലുള്ള ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കർശനമായ നടപടിയെടുത്തു. അത് മനുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മനുവിൻ്റെ പേരിലുള്ള കേസിൽ അന്വേഷണം നടക്കുന്നു. മനുവിന് ഇപ്പോൾ റിമാൻഡിലാണ് എന്നുള്ള മറുപടിയാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വിപുലമായ അന്വേഷണത്തിനുള്ള സാധ്യത ഉണ്ട്. ആ രീതിയിൽ അന്വേഷിക്കേണ്ട ഗൗരവം ആ പരാതിയിലുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും വന്നിട്ടില്ല. ആര്യ, അനന്തൻ, ഞാൻ അനന്തനിലേക്ക് മടങ്ങി വരാം.